ഹലോ, എല്ലാവർക്കും അക്ഷരലക്ഷ്മികയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സമയത്ത് പോയിട്ടുള്ള ഒരു ചർച്ചിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ പാലയൂർ ചർച്ച്. തോമസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലുള്ള ചർച്ചുകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ചർച്ച് കൂടിയാണിത്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഇതുപോലെ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തോമസ് ലീഹയുടെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പണ്ട് അദ്ദേഹം ഇവിടെ വന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ബോട്ട് മാർഗ്ഗമാണ് ഇവിടെ എത്തിച്ചേർന്നത് പാലയൂർ. പിന്നീട് ആ ഭാഗമൊക്കെ നിരന്ന് കായലൊക്കെ മാറി നിരപ്പായിട്ടുള്ളൊരു കരപ്രദേശമായി മാറിയപ്പോൾ അവിടെ ഒരു മോണ്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വലിയൊരു സെൻറ്റ് തോമസ് ലീഹയുടെ ഒരു പ്രതിമയുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു ബോട്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു കുളം, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനോട് ഉള്ളിൽ തന്നെയായിട്ട് ഒരു എന്താ പറയുക മ്യൂസിയം ഉണ്ട്. പക്ഷേ അത് ആ ദിവസം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ആരും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഒഴിഞ്ഞിട്ട് ഒരു സമയമായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യമുള്ളത് പാലയൂർ പള്ളീനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു മോണ്യുമെൻ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഈ ബോട്ടുകളോ ഉള്ളതോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ നല്ല ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ പാലയൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം നടന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് കടന്നു. അങ്ങനെ നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതിന് മുന്നിലായിട്ടാണ് പാലയൂർ പള്ളി. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഈ പാലയൂർ പള്ളിയുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ പള്ളിയുടെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആഘോഷങ്ങളിലൊക്കെ ബാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേന്ന് രാത്രിയായിരുന്നു ഇവിടെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പുൽക്കൂട്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുൽക്കൂട് ഒക്കെ കണ്ടു. രാവിലെ ആയതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലയെന്ന് മാത്രം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ മറ്റം പള്ളിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രാൻഡ് പുൽക്കൂടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വേറൊരു പുതുമ. അങ്ങനെ ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഉണ്ണിയേശുവിനെ കൊണ്ട് വെക്കുന്ന ചടങ്ങ് കുറച്ച് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് കുട്ടികൾക്കും ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഇനി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു. പള്ളിയുടെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് അത്രയും ഡിവൈനായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണല്ലേ. അപ്പോൾ നമ്മൾ പുറംഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്ത് കണ്ടു. പിന്നെ അത്രയും പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ്. അതിൻ്റെ കുറച്ച് റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പള്ളിയുടെ ഉൾഭാഗത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചു പോരുന്നതാണ്. പിന്നെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കുറേ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. വചന മണ്ഡപം, അതുപോലെ തന്നെ കുരിശ് ഒക്കെ, അങ്ങനെ കൽക്കുരിശ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ കുറച്ച് പേരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയത് പുറത്തെ കാഴ്ചകളാണിത്. അപ്പോൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർസൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പുൽക്കൂടുകളുണ്ട്. പിന്നെ അതിനൊക്കെ മത്സരം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നമുക്ക് കാണാനുണ്ട്. പിന്നെ നമ്മൾ അത്ര നേരം നിന്നില്ല, കുറച്ച് നേരമൊക്കെ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അത്രയും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് കേട്ടോ ഈ പാലയൂർ ചർച്ച്. കുറേ ഡിവോട്ടീസ് വന്ന് ധ്യാനത്തിനും അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്രയും അടുത്തുണ്ടായിട്ട് നമ്മളൊന്ന് ചെന്ന് കാണാത്ത ഒരു സ്ഥലം കൂടിയായിരുന്നു. അവിടുത്തെ ആ പള്ളിയുടെ സ്ട്രക്ചറൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ അറ്റ്മോസ്ഫിയറും കുറച്ച് പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളി. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാനും കമൻറ്റ് ചെയ്തിരിക്കാനും മറക്കരുത്.